ക്രിപ്റ്റോ കറൻസി എവിടെ നോക്കിയാലും മിക്കവാറും ഒക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാം. ബിറ്റ്കോയിൻ്റെ വില താഴേക്ക് പോയി, ക്രിപ്റ്റോ മാർക്കറ്റുകൾ വളരെ സ്വാധീനിക്കപ്പെടുന്നു, കുറേ വാർത്തകൾ അതിനെക്കുറിച്ചുള്ള റെഗുലേഷൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ലളിതമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ വെൽക്കം ടു ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്നും ബിറ്റ്കോയിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിമ്പിൾ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ 1-2 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 3 കാര്യങ്ങൾ: പിയർ ടു പിയർ നെറ്റ്വർക്ക്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, പിന്നെ ക്രിപ്റ്റോഗ്രഫി. ഈ 3 വാക്കുകൾ എന്താണെന്നും ഞാനൊന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഈ 3 വാക്കുകൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുമ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ടാണ് അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസി ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഒരു 2, 3, 4, 5 ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉണ്ട്. അതിൽ പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടും ഏറ്റവും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയിൽ എന്താണ് ബിറ്റ് കോയിൻ കൂടാതെ അത് വേറെ ഏത് കറൻസിയാണെന്ന് വെച്ചാൽ ഇതേറിയം ഉണ്ട്, റിപ്പിൾ ഉണ്ട്, അങ്ങനെ 1-2 കറൻസി, ലൈറ്റ് കോയിൻ ഉണ്ട്. അങ്ങനെ കുറച്ച് കറൻസി, 1-2 അല്ല, പല സ്ഥലത്തുനിന്ന് പുതിയതായിട്ടൊക്കെ കറൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പലതരം കറൻസീസ്? ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസീസിൽ പല രാജ്യങ്ങൾക്കും റുപ്പി, ഡോളർ, പിന്നെ എൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ളതുപോലെ പൗണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലുള്ള പല പല കറൻസീസ് ആണ് ബിറ്റ് കോയിൻ, റിപ്പിൾ, ഇതേറിയം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. ഇനി എന്താണ് നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ആ 3 വേർഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വേർഡുകൾ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. ആദ്യം പിയർ ടു പിയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ P2P നെറ്റ്വർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ മെത്തേഡിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. കുറേ കമ്പ്യൂട്ടർ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കുറേ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. ആ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർവർ ഉണ്ടാവും. ആ സെർവർ വഴിയായിരിക്കും ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു P2P നെറ്റ്വർക്കിൽ ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഉണ്ടാവില്ല. അതിന് പകരം കുറേ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണെന്ന് മാത്രം വിചാരിക്കുക. അതായത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർവർ ഇല്ല, കുറേ കമ്പ്യൂട്ടേഴ്സ് അല്ലാതെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു P2P നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ P2P നെറ്റ്വർക്കാണ് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മേജർ ആയിട്ടുള്ള ഒരു വേർഡിലേക്ക് വന്നു, ബ്ലോക്ക് ചെയിൻ. ഇനി നമുക്ക് എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നോക്കാം. ഞാൻ നേരത്തെ P2P നെറ്റ്വർക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് P2P നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ബ്ലോക്കായിട്ട് സേവ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. എന്താണ് ബ്ലോക്ക് ടു ബ്ലോക്ക് എന്ന് സേവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പറഞ്ഞല്ലോ, കുറേ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ അടുത്തടുത്ത് നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് സങ്കല്പിക്കുമ്പോൾ അതിന് പകരം ഓരോ കമ്പ്യൂട്ടറിന് പകരം ഒരു ആൾക്കാരായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കി, ഒരു 10 ആൾക്കാർ. ഓക്കെ, ഈ 10 ആൾക്കാരുടെയും ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നെറ്റ്വർക്കിലുള്ള ഒരാൾക്ക് വേറൊരാൾക്ക് കുറച്ച് പൈസ കൊടുക്കണം. പൈസയ്ക്ക് പകരം നമുക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ച് സങ്കല്പിക്കാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ 10 ആൾക്കാരുടെ ഒരാളുടെ കയ്യിൽ ഒരു 1000 ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ 8ാമത് നിൽക്കുന്ന ആൾക്ക് ഇതിൽ നിന്ന് 100 ചോക്ലേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ 1000 ചോക്ലേറ്റ് ഉള്ള ഒരാൾ 8ാമത് നിൽക്കുന്ന ഒരാൾക്ക് 100 ചോക്ലേറ്റ് അതിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഉള്ളത് എത്രയാണ്? 900 ചോക്ലേറ്റ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിലുള്ള 10 ആൾക്കാർക്കും ഇമീഡിയറ്റ്ലി അവരുടെ കയ്യിലുള്ള ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആദ്യം 1000 ചോക്ലേറ്റ് 1ാമത് നിൽക്കുന്ന ഒരാളുടെ കയ്യിലുണ്ടെന്നും അതിനകത്തുനിന്ന് 9ാമത് നിൽക്കുന്ന ഒരാൾ 100 ചോക്ലേറ്റ് വാങ്ങിച്ചു എന്നുള്ള കാര്യം എല്ലാവരുടെ കയ്യിലിരിക്കുന്ന ബുക്കിലും ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യുക ഇമ്പോസിബിൾ ആണല്ലോ.
പക്ഷേ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 9ാമത്തെ ആള് ഈ 100 ചോക്ലേറ്റ് വാങ്ങുമ്പോൾ തന്നെ എല്ലാ നെറ്റ്വർക്കിലുള്ള എല്ലാ ആൾക്കാർക്കും ഇമീഡിയറ്റ്ലി അത് അപ്ഡേറ്റ് ആവും. അതായത് ഇങ്ങനെ നമ്മുടെ ഒരു സങ്കല്പത്തിൽ വരേണ്ടത് ഒരു ബുക്ക്, ആ ബുക്കിൽ ആദ്യം 1000 ചോക്ലേറ്റ് ഉണ്ട്, 100 ചോക്ലേറ്റ് ഇന്ന ആൾ വാങ്ങിച്ചു, അപ്പോൾ ബാലൻസ് ഉള്ളത് 900 ചോക്ലേറ്റ്, ബാക്കിയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നത് എത്ര ചോക്ലേറ്റ്സ് ആണെന്നുള്ള ഒരു ബുക്കിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ സങ്കല്പിക്കില്ല. ഇതാണ് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ബ്ലോക്ക് ആയിട്ട് ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ സേവ് ചെയ്തുകൊണ്ടിരിക്കും. ആ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ഒരേ സമയം തന്നെ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെർവറിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇൻഫർമേഷൻസ് പരസ്പരം ഷെയർ ചെയ്യപ്പെടുകയും അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ലെഡ്ജറിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, ഈ ബ്ലോക്കിലുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞു 5ാമത് നിൽക്കുന്ന ഒരാൾക്ക് വെറുതെ ഒരു 100 ചോക്ലേറ്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് ഇമ്പോസിബിൾ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് ഇതിന്റെ ഒരു സെക്യൂർഡ് കീ ഉപയോഗിച്ചുള്ളത് കൊണ്ട് തന്നെ ഇത് റിസീവർക്കും ഇത് സെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്റ്റഡ് മെത്തേഡിൽ കൂടി ഇത് സാധ്യമാകുന്നത് കൊണ്ടാണ് ഇതിനെ ഇത്ര സേഫ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് കാണുന്നത്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ P2P നെറ്റ്വർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്രിപ്റ്റോഗ്രഫി. ക്രിപ്റ്റോഗ്രഫിയും വളരെ കോമൺ ആയിട്ട് നമ്മൾ ടെക്നോളജിക്കൽ പരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് അതിനകത്ത് ജാർഗൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് സാധാരണ നമ്മളൊരു ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു യൂസർ ID പാസ്വേഡ് പോലെ അല്ലാതെ തന്നെ സെൻഡറിന് അതിനെ ഒരു കീ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ റിസീവർക്കും സെൻഡർക്കും മാത്രമായിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സേഫ് ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു P2P നെറ്റ്വർക്കിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇൻഫർമേഷൻസ് പരസ്പരം വളരെ സേഫ് ആയിട്ട് കൈമാറാനായിട്ട് പറ്റും. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും പറ്റുന്ന വളരെ ഹൈ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ P2P നെറ്റ്വർക്ക് നോക്കി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നോക്കി, ക്രിപ്റ്റോഗ്രഫി നോക്കി. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ P2P നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇല്ലാത്ത കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. 2 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ഒരു ബ്ലോക്ക് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന ഒരു ലെഡ്ജേഴ്സിന്റെ കുറെ നെറ്റ്വർക്ക്സ്. അപ്പോൾ നമുക്ക് ബ്ലോക്സ് ആയിട്ട് സേവ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് നമുക്ക് സങ്കല്പിക്കാം. പിന്നെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ സെക്യൂർഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ്. ഈ 3 വാക്കുകൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ക്രിപ്റ്റോ കറൻസിയുടെ ആധാരം. ഇനി നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കറൻസിയുടെ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാം. വളരെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ റുപ്പിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത്, പൈസയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത്, കറൻസിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കറൻസി എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു കറൻസിയിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു പേപ്പർ കറൻസി നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള പല രാജ്യങ്ങളുടെയും കറൻസി എങ്ങനെയാണ് ഉണ്ടായതെന്നും എങ്ങനെയാണ് വിനിമയം ചെയ്യപ്പെടുന്നതെന്നും നമുക്ക് മനസ്സിലാവും. ഇനി ക്രിപ്റ്റോ കറൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഒരു 10 ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു, ചോക്ലേറ്റ് മാറി എന്നൊക്കെ. അതിന് പകരം നമുക്ക് പൈസയെ കുറിച്ച് സങ്കല്പിക്കാം. അതിൽ നേരത്തെ ഞാൻ ഒന്നാമത്തെ ആളുടെ കയ്യിൽ 1000 രൂപയുണ്ട്, അതിൽ 9ാമത്തെ നിൽക്കുന്ന ആളുടെ 100 രൂപ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ ചോക്ലേറ്റിനെ കുറിച്ച് സംസാരിച്ചു, അതിന് പകരം റുപ്പീസിനെ കുറിച്ച് സങ്കല്പിക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുക? 1ാമത് നിൽക്കുന്ന ഒരാള് 1000 രൂപയിൽ നിന്നും 100 രൂപ 9ാമത് നിൽക്കുന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അയാളുടെ ബാങ്കിലുള്ള 1000 രൂപയിൽ നിന്ന് 100 രൂപ 9ാമത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ബാങ്കിങ് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഏത് മെത്തേഡ് വഴിയോ ഇപ്പോൾ ഉള്ള ഏത് മെത്തേഡ് വഴിയോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്താണ് ഈ നെറ്റ്വർക്കിൽ സംഭവിക്കുന്നത്? അയാളുടെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ആ ബാങ്ക് ചെക്ക് ചെയ്യും, ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് 1000 രൂപയിൽ നിന്ന് 100 രൂപ 9ാമത്തെ ആൾക്ക് കൊടുക്കും. അപ്പോൾ 9ാമത് നിൽക്കുന്ന ആളുടെ ബാങ്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ 1ാമത് നിൽക്കുന്ന ആളിനൊരു ബാങ്ക് ഉണ്ട്, 9ാമത് നിൽക്കുന്ന ഒരാളിനൊരു ബാങ്ക് ഉണ്ട്,
ഇനി നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ആ ബാങ്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു RBI ഉണ്ട്. RBI മോണിറ്റർ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു അതോറിറ്റി ഉണ്ട് ഈ പറയുന്ന കറൻസിയെ മോണിറ്റർ ചെയ്യാനും ഒക്കെ. കറൻസിയുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ ഗവൺമെന്റിന്റെ ഓരോരോ പുതിയ റെഗുലേഷൻസോ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കുന്ന ഓരോരോ ഡിസിഷൻസിനോ ബേസ് ചെയ്ത് മാറുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഇവിടെ കറൻസിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കറൻസി ഇപ്പോൾ 1000 രൂപയിൽ നിന്ന് 100 രൂപ എടുക്കുമ്പോൾ ഇമീഡിയറ്റ്ലി ബാങ്ക് അത് 100 രൂപ ഉണ്ടോ 1000 രൂപ ഉണ്ടോ ചെക്ക് ചെയ്തു, എന്നിട്ട് അവർ 900 ആക്കി മാറ്റി ഇത് അപ്പുറത്തെ ബാങ്കിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവിടെയും ഇതേ ചേഞ്ചസ് ഒക്കെ വരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ ചെറുതായിട്ട് നമുക്കറിയാം, നമ്മൾ പൈസ ഇടുമ്പോൾ ഉള്ള ചാർജസ്, ബാങ്കിൽ അക്കൗണ്ട് മെയിൻ്റനൻസിനുള്ള ചാർജസ്, ഇങ്ങനെയുള്ള ചാർജസ് ഒക്കെ അതിൽ ഇൻവോൾവ് ആണ്. ഈ കറൻസി കൺട്രോൾ ചെയ്യുന്ന ബാങ്ക് കൂടാതെ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ RBI ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതുപോലെ, ഗവൺമെന്റ് ഉദാഹരണമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്. പക്ഷേ ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്ന ഈ 10 ആൾക്കാരുടെ നെറ്റ്വർക്കാണ് മാത്രമാണ് ഉള്ളത്. അവിടെ അതോറിറ്റി ആയിട്ട് അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു RBIയോ അല്ലെങ്കിൽ ഒരു ബാങ്കോ ഒന്നുമില്ല. അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. പിയർ ടു പി നെറ്റ്വർക്ക്, 2 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, 3 ക്രിപ്റ്റോഗ്രഫി. എന്തിനാണ് ഇത് 3 യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 വെച്ചിട്ടാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. അങ്ങനെ എന്താണ്, ഒരാൾക്ക് വേറൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, പൈസ എന്ന് പറയുമ്പോൾ ഒരു കറൻസി ആണ്, നമ്മൾ ഡിജിറ്റൽ കറൻസി ആയിട്ടാണ് ഇതിനെ സങ്കല്പിക്കേണ്ടത്. അത് ക്രിപ്റ്റോ കറൻസി, ഇതിലൊരു ഫിസിക്കലായിട്ടൊരു കറൻസി അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1000 നിന്ന് 100 പകരം നമ്മൾ ഇപ്പോൾ ബിറ്റ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസി ആണ്, നമുക്ക് ബിറ്റ് കോയിൻ സങ്കല്പിക്കാം. അപ്പോൾ 1000 നിന്ന് 100 ബിറ്റ് കോയിൻ കൊടുക്കുമ്പോൾ 100 ബിറ്റ് കോയിൻ ഡിജിറ്റലി ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഒരു ഫിസിക്കൽ രൂപമില്ല. അപ്പോൾ നമ്മളിന്ന് സങ്കല്പത്തിൽ സാധാരണ കാണാറുള്ള ബീന്ന് എഴുതിയ സംഭവം അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു ചിഹ്നം മാത്രമാണ് ബിറ്റ് കോയിനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ഡിജിറ്റലി ആണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒന്നാമത് നിൽക്കുന്ന ഒരാൾ 9ാമത്തെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാക്കി ഈ ചെയിനിലുള്ള എല്ലാ ബ്ലോക്സും അതിനെ ബേസ് ചെയ്ത് അപ്ഡേറ്റ് ആവും. അപ്പോൾ 9ാമത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഡിജിറ്റൽ കീ വെച്ച് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഒരാൾ സെല്ല് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കീ അവർക്ക് കിട്ടുന്നു, അത് വെച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ആധാരം എന്ന് വെച്ചാൽ. അപ്പം ഇതിന് യൂസ് ചെയ്യുന്ന ഈ സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡ് ക്രിപ്റ്റോഗ്രഫി ആയതുകൊണ്ടാണ് ഇത് ക്രിപ്റ്റോ കറൻസി എന്ന് പേര് വരാനുള്ള റീസൺ. മനസ്സിലായി? ക്രിപ്റ്റോഗ്രഫിയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ആധാരം. അതുകൊണ്ടാണ് ഇതിന് ക്രിപ്റ്റോ കറൻസി എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്താണ് യഥാർത്ഥത്തിൽ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല. അപ്പോൾ ഇതിൽ വളരെ സേഫായിട്ട് എല്ലാ ആൾക്കാർക്കും എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് മനസ്സിലാവും. ഇപ്പോൾ 1ാമത് നിൽക്കുന്ന ഒരാൾ 100 ബിറ്റ് കോയിൻ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഇതിൽ നെറ്റ്വർക്കിലുള്ള ഈ 10 ആൾക്കാർക്ക് മനസ്സിലാവും ബാലൻസ് എത്രയാണ് ഉള്ളതെന്നും ആരാണ് കറൻസി ട്രാൻസ്ഫർ ചെയ്തതെന്ന് മനസ്സിലാവും. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും ഹാക്ക് ചെയ്ത് ഈ 1000 നിന്ന് വെട്ടിച്ചെടുത്തൂടെയെന്ന്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സേഫ്റ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി എല്ലാവരും സേഫ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബിറ്റ് കോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ തന്നെ ലളിതമായിട്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ഇട്ടാൽ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും. താങ്ക്